Morning children. നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് LCM ആൻഡ് HCF ഈ ടോപ്പിക്സിനെ കുറിച്ചുള്ള 2-3 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ച് HCF LCM കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനൊരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നോക്കുക. HCF and LCM of two numbers. HCF and LCM of two numbers are HCF and LCM of two numbers are 34 and 4284 റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ യഥാക്രമം എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യം നമ്മളോട് HCF ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ആദ്യം തന്നിരിക്കുന്ന നമ്പർ HCF ആയിരിക്കും 34. പിന്നെ രണ്ടാമത് തന്നിരിക്കുന്നതാണ് LCM. If one of the number is if one of the numbers is 204 ആണെങ്കിൽ find the other number. അപ്പോൾ നമുക്ക് ഇത് വെച്ച് LCM HCF കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു ഇക്വേഷൻ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്നുള്ളതാണ് ഇവിടെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റാണ് LCMൻ്റെ HCFൻ്റെ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. നമുക്ക് ഏത് നമ്പറാണെങ്കിലും ആ രണ്ട് നമ്പറുകളുടെ LCMനും HCFും അതിൻ്റെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് LCM കണ്ടുപിടിക്കാം. LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ HCF. ബൈ ഹാർട്ട് ആക്കണം, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കണം. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും, മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉണ്ട്. ഇനി HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ LCM. ഇനി ലാസ്റ്റ് നമുക്ക് രണ്ട് നമ്പറും തന്നിരിക്കും, LCMൻ്റെ HCFൻ്റെ പ്രോഡക്റ്റ് തന്നിരിക്കും. അപ്പോൾ അതർ നമ്പർ കണ്ടുപിടിക്കാനും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം. അതർ നമ്പർ ഈസ് ഈക്വൽ ടു 4 ഇക്വേഷൻ ഉണ്ട്. ഈ 4 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരാം. അതർ നമ്പർ ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. LCMൻ്റെ HCFൻ്റെ പ്രോഡക്റ്റിനെ തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതർ നമ്പർ കിട്ടും. അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ അതർ നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്. അപ്പം ഈ ഇക്വേഷൻ വെച്ച് അതർ നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതർ നമ്പർ കണ്ടുപിടിക്കാൻ LCM ഇൻറ്റു HCF, ഇവിടെ നമുക്ക് LCM തന്നിട്ടുണ്ട് 4284. അതാണ് LCM എന്ന് പറയുന്നത്. 4284 അതാണ് LCM. ഇൻറ്റു HCF നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 34 ഡിവൈഡഡ് ബൈ ദ നമ്പർ ഗിവൺ 204. ഇതാണ്. നമുക്ക് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് നിങ്ങൾ ചെറിയ ചെറിയ നമ്പർ ഇട്ടുന്ന കട്ടിങ് ഈസി ആക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 204 കിട്ടണമെങ്കിൽ 34ന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിട്ടുമെന്ന് നോക്കുക. അപ്പം ഈ 34ൻ്റെയും ഇവിടെ 4, അപ്പോൾ ഈ 4ന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 204ൻ്റെ 4 കിട്ടുമെന്ന് നോക്കണം. അതിന് 6 കൊണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 34നെ 6 കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കണം.
204 കൃത്യം വന്നു. അപ്പം വലിയ നമ്പറിൻ്റെ സ്ഥാനത്ത്, അതായത് 204ൻ്റെ സ്ഥാനത്ത് 6. ഇനി 6 കൊണ്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. 42-ൽ എത്ര 6 ഉണ്ടെന്ന് നോക്കുക. 7 6 are 42, 7. ഇനി 8-ൽ 6 ഒരു പ്രാവശ്യം പോകും. പിന്നെ ബാക്കി 18 6 ബാക്കി 2 ആണ്. അവിടെ റിമൈൻഡർ 2-ന് 20യുടെ വാല്യൂ ഉണ്ട്, 10ൻ്റെ പ്ലേസിലായതുകൊണ്ട് 20 + 4 24. 6 4s are 24. അപ്പോൾ ആൻസർ 714 വരും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ രീതിയിൽ അതർ നമ്പർ കാണാനോ LCM കാണാനോ HCF കാണാനോ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇത് വീണ്ടും വീണ്ടും നോക്കി മനസ്സിലാക്കി പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ ഒരു പ്രോബ്ലത്തോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. തൊട്ട് അടുത്ത് തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. താങ്ക് യു.